കൊല്ലം ചിതറയിൽ സിപിഎം പ്രവർത്തകനായ ബഷീറിന്റെ കൊലപാതകത്തിൽ പ്രതി ഷാജഹാന്റെ നിർണായക മൊഴി. കപ്പ വിൽക്കുന്ന സ്ഥലത്ത് വെച്ച് അടിപിടിയുണ്ടായെന്നും ഇതിന് പ്രതികാരം വീട്ടാനാണ് ബഷീറിന്റെ വീട്ടിലെത്തിയതെന്നും ഷാജഹാൻ പോലീസിനോട് പറഞ്ഞു. ബഷീർ തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതിയെ കൊണ്ടുവന്ന പോലീസ് തെളിവെടുപ്പ് നടത്തി. അതറിയില്ല. അത് ഇനി അവരെന്തെങ്കിലും പിടിച്ചു ഇയാൾ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അയാളുടെ വേഷം എന്തായിരുന്നു? അയാൾ തോർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നീ എത്ര കുത്തി? അതറിയില്ല. എന്നിട്ട് നീ പിന്നെ എന്ത് ചെയ്തു? കുത്തു കഴിഞ്ഞു പിന്നെ അവിടെ ആളിനെ പിടിച്ചു ഇവിടോട്ട് അത് പറഞ്ഞ എവിടെ പറഞ്ഞാൽ ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് വ്യക്തിവൈരാഗ്യം മൂലമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഷാജഹാന്റെ മൊഴി. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എഫ്ഐആറിൽ ഉൾപ്പെടെ രാഷ്ട്രീയ കൊലപാതകം എന്നാണ് പോലീസ് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മൊഴി നിർണായകമാകുന്നത്. എന്തൊക്കെയാണ് ഷാജഹാൻ നൽകിയ മൊഴി? എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങളുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വ്യക്തിപരമായ വൈരാഗ്യവും, രണ്ട്, രാഷ്ട്രീയ വൈരാഗ്യവും ഉണ്ട്. അതാണ് കൊലപാതകത്തിന് പിന്നിൽ, ബഷീറിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഷാജഹാൻ ഇപ്പോൾ നൽകുന്ന ഈ പറയുന്ന വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയമായ വൈരാഗ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഷാജഹാൻ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണം നൽകുന്നുമില്ല. തെളിവെടുപ്പിനിടെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം ഷാജഹാൻ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യം, വ്യക്തിപരമായ വൈരാഗ്യം മൂലമാണ് താൻ കൊലപാതകം നടത്തിയത് എന്നാണ് ഷാജഹാൻ ബഷീറിനെ കൊന്നത് എന്നാണ് ഷാജഹാൻ വ്യക്തമാക്കുന്നത്. ഇതിൽ ഷാജഹാൻ ബഷീർ തന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ ശാരീരികമായി കൈകേറ്റം ചെയ്തു. ഇതിനുള്ള പ്രതികാരമായാണ് താൻ കൊലപാതകം നടത്തിയത്. ബഷീർ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയി കുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ ഷാജഹാൻ നൽകിയ മൊഴിയും. പോലീസിന് നൽകിയ മൊഴി സമാനമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ഇതിന്റെ കുറ്റസമ്മത മൊഴിയടക്കം, ഷാജഹാന്റെ കുറ്റസമ്മത മൊഴിയടക്കം പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത് പുറത്തു വരുമ്പോഴാണ് പോലീസിനോട് ഷാജഹാൻ ഏത് രീതിയിലാണ് വിശദീകരണം നൽകിയത് അല്ലെങ്കിൽ മൊഴി നൽകിയത് എന്നുകൂടി വ്യക്തമാകൂ. ഇത് രാഷ്ട്രീയമായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സിപിഎം നേരത്തെ ആരോപിച്ചിരുന്നത്. അതിന് സമാനമായ രീതിയിലാണ് പോലീസ് എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ എഴുതുകയും കോടതിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഷാജഹാൻ ഇപ്പോൾ പറയുന്നത് വ്യക്തിപരമായ വൈരാഗ്യം മൂലമാണ് താൻ കൊലപാതകം നടത്തിയതെന്നാണ്. ശ്യാം ദേവരാജാണ് വിവരണം.